ഗുഡ് മോർണിംഗ്. പോളാർ കോർഡിനേറ്റ്സിൻ്റെ തേർഡ് ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാഫിംഗ് ഇൻ പോളാർ കോർഡിനേറ്റ്സ് ആണ്. ടു ഗ്രാഫ് എ പോളാർ ഇക്വേഷൻസ്, ഫസ്റ്റ് വി ഹാവ് ടു തിങ്ക് ഓഫ് ഇറ്റ്സ് സിമ്മട്രി അബൌട്ട് എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് ദി ഒറിജിൻ. സോ ഫസ്റ്റ് ഡിസ്കസ് ദി സിമ്മട്രി ടെസ്റ്റ് ഫോർ പോളാർ ഗ്രാഫ്സ്. സിമ്മട്രി 3 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിമ്മട്രി അബൌട്ട് ദി പോളാർ ആക്സിസ്, ദാറ്റ് മീൻസ് എക്സ് ആക്സിസ്. സെക്കൻഡ് വൺ സിമ്മട്രി അബൌട്ട് ദി വെർട്ടിക്കൽ ലൈൻ തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ 2 ഓർ വൈ ആക്സിസ്. ആൻഡ് തേർഡ് വൺ ഈസ് സിമ്മട്രി അബൌട്ട് ദി പോൾ ഓർ ഒറിജിൻ. First upon discuss the symmetry about the polar axis, that means x-axis. The graph r is equal to f of theta is symmetric with respect to the polar axis or x-axis if the equation is unchanged when theta is replaced by minus theta. That means തീറ്റനെ മൈനസ് തീറ്റയായിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ പോളാർ ഇക്വേഷനിൽ യാതൊരു മാറ്റവും വരുന്നില്ല എങ്കിൽ അത് പോളാർ ആക്സിസിന് ഓർ എക്സ് ആക്സിന് ആ ഗ്രാഫ് സിമ്മട്രിക് ആണെന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ഇഫ് എഫ് ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് തീറ്റ, എഫ് ഓഫ് തീറ്റയും എഫ് ഓഫ് മൈനസ് തീറ്റയും ഈക്വൽ ആണെങ്കിൽ ദ ഗ്രാഫ് ഈസ് സിമ്മട്രിക് വിത്ത് റെസ്പെക്ട് ടു ദി പോളാർ ആക്സിസ് ഓർ എക്സ് ആക്സിസ്. In other words, the graph is symmetric about x-axis if the point r theta lies on the graph. Then the point r minus theta or minus r pi minus theta also lies on the graph. That means ഗ്രാഫിൽ ആർ തീറ്റ എന്ന് പറഞ്ഞ പോയിന്റ് ലൈസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ആർ മൈനസ് തീറ്റയും കൂടി ലൈസ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ആ പോളാർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് എക്സ് ആക്സിന് സിമ്മട്രിക് ആയിരിക്കും ഓർ പോളാർ ആക്സിന് ആ ഗ്രാഫ് സിമ്മട്രിക് ആയിരിക്കും. ആർ തീറ്റയും ആർ മൈനസ് തീറ്റയും ഒരു പോളാർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് എക്സ് ആക്സിന് സിമ്മട്രിക്. ആർ മൈനസ് തീറ്റ അല്ലെങ്കിൽ നമുക്കതിനെ എങ്ങനെ പറയാം, മൈനസ് ആർ പൈ മൈനസ് തീറ്റ ആയാലും മതി. ഓക്കെ, ദാറ്റ് മീൻസ് ഒന്നുകിൽ എഫ് ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് തീറ്റ ആണെങ്കിൽ അത് എക്സ് ആക്സിന് സിമ്മട്രിക് ആയിരിക്കും. അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ദാറ്റ് ആർ തീറ്റയും ആർ മൈനസ് തീറ്റയും ലൈസ് ഓൺ ദി ഗ്രാഫ്, ദെൻ ഇറ്റ് ഈസ് സെഡ് ടു ബി ദ ഗ്രാഫ് ഈസ് സിമ്മട്രിക് അബൌട്ട് ദി എക്സ് ആക്സിസ്. ഇൻ നെക്സ്റ്റ് സിമ്മട്രിക് അബൌട്ട് ദി വെർട്ടിക്കൽ ലൈൻ തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ 2. അതിനെയാണ് നമ്മൾ തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ 2 ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വൈ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, തീറ്റ പൈ ബൈ 2 ആകുമ്പോൾ അത് നമ്മൾ എക്സ് വൈ കോർഡിനേറ്റ് പറയുമ്പോൾ അതിനെ വൈ ആക്സിസ് എന്ന് പറയും. അപ്പോൾ ഒരു കർവ് വൈ ആക്സിസിന് ഓർ വെർട്ടിക്കൽ ലൈൻ ആയ തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ 2ന് എപ്പോഴാണ് സിമ്മട്രിക് ആവുന്നതെന്ന് നോക്കാം. The graph r is equal to f of theta is symmetric with respect to the vertical line theta is equal to pi by 2 or y-axis if the equation is unchanged when theta is replaced by pi minus theta. തീറ്റനെ പൈ മൈനസ് തീറ്റയായിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ ആ ഇക്വേഷനിൽ യാതൊരു ചേഞ്ചും വരുന്നില്ല എങ്കിൽ അത് വൈ ആക്സിസിന് അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈനായ തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ 2ന് സിമ്മട്രിക് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇഫ് എഫ് ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് പൈ മൈനസ് തീറ്റ. ഇൻ അതർ വേർഡ്സ് ദ ഗ്രാഫ് ഈസ് സിമ്മട്രിക് അബൌട്ട് വൈ ആക്സിസ് ഇഫ് ദി പോയിന്റ് ആർ തീറ്റ ലൈസ് ഓൺ ദി ഗ്രാഫ്, then the point r pi minus theta or minus r minus theta also lies on the graph. That means ഈ y ആക്സിസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ആക്സിസിന് പാരലലാന്ന് പറയുമ്പം അവിടെ ഏതാണ്, സിമ്മട്രിക് ആന്ന് പറയുമ്പം അവിടെ ഏതാണ്, ആർ തീറ്റയും ആർ പൈ മൈനസ് തീറ്റയും ഒരു കേവിൽ ഉണ്ട് എങ്കിൽ അത് ഏത് ആക്സിന് സിമ്മട്രിക് ആയിരിക്കും, വൈ ആക്സിസിന്. ആർ തീറ്റയും ആർ പൈ മൈനസ് തീറ്റയും, ഈ ആർ പൈ മൈനസ് തീറ്റയെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈനസ് ആർ മൈനസ് തീറ്റ എന്ന് പറയുന്നതും. ഓക്കെ, അപ്പോൾ ആർ തീറ്റയും
മൈനസ് ആർ മൈനസ് തീറ്റയും ഒരു കേവിൻ്റെ മുകളിൽ ഒരു കേവ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഏത് ആക്സിനാണ് സിമെട്രിക് ആവുന്നത്? വൈ ആക്സിസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈനായ തീറ്റ = π/2 സിമെട്രിക് ആയിരിക്കും. എന്താണ് ഈ സിമെട്രി എന്നുള്ളത് അറിയാലോ അല്ലേ? ഒരു ഗ്രാഫ് സിമെട്രിക് ആണെന്ന് എന്താ പറയാം? അപ്പം ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇപ്പോൾ ഒരു ഗ്രാഫ് ഇവിടെ എക്സ് ആക്സിൽ ഈ ഒരു ഫോമിലാണ് ഗ്രാഫ് ഉള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് എക്സ് ആക്സിന് സിമെട്രിക് ആണെങ്കിൽ ഇവിടെ ഏത് രീതിയിലാണോ എക്സ് ആക്സിന് മുകളിലുള്ള അതുപോലെ തന്നെ എവിടെയും ഉണ്ടായിരിക്കും, എക്സ് ആക്സിന് അടിയിലും ഉണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെ വരും. ഇതാണ് എക്സ് ആക്സിന് സിമെട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വൈ ആക്സിനാണ് സിമെട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നോ? ഇപ്പം ഇവിടെ ഇങ്ങനെയൊരു കേവാണ് ഉള്ളത് എങ്കിൽ അത് വൈ ആക്സിന് സിമെട്രിക് ആണെങ്കിൽ അവിടെ എന്താണോ അതുപോലെ തന്നെ ഇവിടേക്കും വരും. ഇതല്ലേ നമ്മുടെ വൈ ആക്സിസ് എന്ന് പറയുന്നത്. ഇതാണ് സിമെട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ വരച്ചപ്പോൾ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്, രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സിമെട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആർ തീറ്റയും മൈനസ് ആർ മൈനസ് തീറ്റയും ഉണ്ടെങ്കിൽ അത് വൈ ആക്സിസ് ആണ് സിമെട്രിക്. എക്സ് ആക്സിന് സിമെട്രിക് ആണെങ്കിൽ ഏതാണ്? ആർ തീറ്റയും ആർ മൈനസ് തീറ്റയും, അല്ലെങ്കിൽ മൈനസ് ആർ പൈ മൈനസ് തീറ്റ. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, എഫ് ഓഫ് തീറ്റയും എഫ് ഓഫ് മൈനസ് തീറ്റയും ഈക്വൽ ആണെങ്കിൽ, സെയിം ആണെങ്കിൽ സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ്, ആൻഡ് എഫ് ഓഫ് തീറ്റയും എഫ് ഓഫ് പൈ മൈനസ് തീറ്റയും സെയിം ആണെങ്കിൽ സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ്. ഇനി തേർഡ് വൺ നോക്കാം, സിമെട്രിക് അബൌട്ട് ദി പോൾ. സിമെട്രിക് അബൌട്ട് ദി പോൾ ഓർ ഒറിജിൻ. The graph r is equal to f of theta is symmetric with respect to the origin or pole if the equation is unchanged when r is replaced by minus r, or when theta is replaced by pi plus theta. ഇവിടെ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒന്നുകിൽ ആറിനെ മൈനസ് ആർ ആക്കി മാറ്റുമ്പോൾ നമ്മുടെ ഇക്വേഷൻസ് ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ ആ ഫങ്ഷൻ എന്തായിരിക്കും? ഒറിജിന് സിമെട്രിക് ആയിരിക്കും, അല്ലെങ്കിൽ പോളിന് സിമെട്രിക് ആണെന്ന് പറയാം. അതുപോലെ തന്നെ തീറ്റനെ പൈ പ്ലസ് തീറ്റയാക്കി മാറ്റുമ്പോഴും ഇക്വേഷനിൽ ചേഞ്ച് വരുന്നില്ല എങ്കിൽ അത് സിമെട്രിക് അബൌട്ട് പോളായിരിക്കും, ഓർ സിമെട്രിക് അബൌട്ട് ഒറിജിൻ. ഓക്കെ, ഒറിജിനിൽ രണ്ട് കേസ് വരുന്നുണ്ട്. ഒന്നുകിൽ ആറിനെ മാറ്റിയിട്ട് മൈനസ് ആർ ആക്കി മാറ്റും, അപ്പോൾ ചേഞ്ച് വരുന്നില്ല എങ്കിൽ സിമെട്രിക് അബൌട്ട് ഒറിജിൻ. അല്ലെങ്കിൽ തീറ്റനെ പൈ പ്ലസ് തീറ്റ, തീറ്റനെ എങ്ങോട്ടാണ് മാറ്റുന്നത്? പൈ പ്ലസ് തീറ്റയിലേക്ക് മാറ്റുമ്പോഴും ഇക്വേഷന് ചേഞ്ച് വരുന്നില്ല എങ്കിൽ അത് സിമെട്രിക് അബൌട്ട് ഒറിജിൻ എന്ന് പറയാം. ഓക്കെ, രണ്ടും കൂടി ഒരുമിച്ച് വരണമെന്നില്ല, ഇവിടെ ഓറാണ്. In other words, the graph is symmetric about the origin if the point r theta lies on the graph, then the point minus r theta or r pi plus theta also lies on the graph. ആർ തീറ്റ ഗ്രാഫിൻ്റെ മുകളിലുണ്ട്, അതുപോലെ മൈനസ് ആർ തീറ്റയും ആ ഗ്രാഫിൽ വരികയാണെങ്കിൽ അത് സിമെട്രിക് അബൌട്ട് ഒറിജിൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ്, സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ് ആൻഡ് സിമെട്രിക് അബൌട്ട് ഒറിജിൻ മനസ്സിലായല്ലോ. ഈ മൂന്ന് കേസും നല്ലപോലെ ഓർത്തിരിക്കുക. നമുക്കൊരു കേവ് തന്നാൽ, അതായത് പോളാർ ഇക്വേഷൻസ് തന്നാൽ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മോട് ചോദിക്കുക. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇതേതിനാണ് സിമെട്രിക് നോക്കുക. എക്സ് ആക്സിന് സിമെട്രിക് ആണോ, വൈ ആക്സിന് സിമെട്രിക് ആണോ, അതല്ല ഒറിജിൻ ആണോ സിമെട്രിക് നോക്കണം. അപ്പോൾ ഈ കണ്ടീഷൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സിമെട്രിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇനി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ സിമെട്രിയാണ് ചെക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്ലോപ്പ് ഓഫ് എ പോളാർ കർവാണ്. ഒരു പോളാർ കർവിൻ്റെ സ്ലോപ്പ് എന്താണ് എന്നതുകൂടി നോക്കും നമ്മൾ ഏതിൽ? ഗ്രാഫ് വരയ്ക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലോപ്പ് ഓഫ് എ പോളാർ കർവ് നോക്കാം. സ്ലോപ്പ് ഓഫ് എ പോളാർ കർവ് നമുക്കറിയാം. ഒരു y = എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഫങ്ഷൻ തന്നാൽ, ഒരു ഗ്രാഫ് തന്നാൽ അതിൻ്റെ സ്ലോപ്പ് കാണാൻ നിങ്ങൾ +1 +2 ചെറിയ ക്ലാസ്സുകളിലെ +1 +2 നിങ്ങൾ പഠിച്ചതാണ്. എന്താണ് സ്ലോപ്പ്? y = എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു കേവിൻ്റെ സ്ലോപ്പ് എന്താണ്?
നമ്മുടെ ഡിഫറൻസിയേഷൻ ഫസ്റ്റ് സെമ്മിലും നിങ്ങൾ പഠിച്ചു. എന്താണ്? dy/dx ആണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് അല്ലേ? അത് ഏത് പോയിന്റ് കൊടുക്കുന്നോ ആ പോയിന്റിലുള്ള സ്ലോപ്പ് കിട്ടും. ഓക്കെ, dy/dx അതാണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോളാർ കേവായ r=f(θ)യുടെയും സ്ലോപ്പ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? dy/dx തന്നെയാണ്. അല്ലാതെ ഏതല്ല? r'=df/dθ അല്ല. ഇതല്ല സ്ലോപ്പ്. സ്ലോപ്പ് ഏതാണ്? dy/dx ആണ്. ഓക്കെ, സ്ലോപ്പ് ഓഫ് എ പോളാർ കേവ് r=f(θ) is given by dy/dx, not by r'=df/dθ. ഇനി നമുക്ക് ടു ഫൈൻഡ് dy/dx the given equation changed into the in terms of x and y. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ പോളാർ കേവിലാണ്, അതായത് r=f(θ)യിലാണ്. അതിനെ നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും ടേംസിലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പോളാർ കോർഡിനേറ്റ്സും കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഓർ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സും തമ്മിലുള്ള റിലേഷൻസ് നമ്മൾ പഠിച്ചു. ഓക്കെ, പോളാർ കോർഡിനേറ്റ്സായ r(θ)യിലാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ എക്സിനെയും വൈയിലേക്കും ചേഞ്ച് ചെയ്യാൻ എന്തായിരുന്നു? യെസ്, x=r cos θയും y=r sin θയും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. x=r cos θ, y=r sin θ. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? r=f(θ) എന്ന് തന്നിട്ടുണ്ട്. therefore r-ന് പകരം എന്ത് ഇവിടെ കൊടുത്തു? f(θ) കൊടുത്തു. അപ്പോൾ x=f(θ cos θ എന്നും y=f(θ sin θ എന്നും നമുക്ക് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy/dx ആണ്. നിങ്ങൾ ചെയിൻ റൂളൊക്കെ +1 +2 ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ആ ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ dy/dxനെ നമുക്ക് എങ്ങനെ എഴുതാം? dy/dθ ഡിവൈഡഡ് ബൈ dx/dθ. If dx/dθ not equal to 0, then we can calculate the dy/dx. അതായത് ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ dy/dx കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്കിവിടെ dy/dθയും dx/dθയും കാണണം. അതായത് വൈനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ഡെറിവേറ്റീവ് കാണാം, അതുപോലെ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റയിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. d/dθ ഓഫ് f(θ) ഇൻറ്റു സൈൻ തീറ്റ, ഇതാണ് നമ്മുടെ y എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ d/dθ ഓഫ് f(θ) ഇൻറ്റു കോസ് തീറ്റ, ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. ദെൻ അതിനെ ഡെറിവേറ്റീവ് കാണാം. അവിടെ ചെയിൻ റൂള് യൂസ്, ദാറ്റ് മീൻസ് പ്രോഡക്റ്റ് റൂൾ, മൾട്ടിപ്ലിക്കേഷൻ റൂള്, ഡിഫറൻസിയേഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ റൂള് അവിടെ യൂസ് ചെയ്യുന്നു. പ്രോഡക്റ്റ് റൂള് എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ. അതാണ് ഇവിടെ f(θ)യുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ f' വരും ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്? യെസ്, കോസ് തീറ്റയാണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ, സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് f' ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ കോസ് തീറ്റ, ദെൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. സെക്കൻഡ് ഫംഗ്ഷൻ ഇവിടെ കോസ് തീറ്റയാണ്. കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ വരിക? മൈനസ് സൈൻ തീറ്റയാണ്. ആ മൈനസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൈനസ് f(θ) ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് സൈൻ തീറ്റ. ഓക്കെ, ദെൻ ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ കോസ് തീറ്റ. ന്യൂമറേറ്ററിന് ഈ ഇക്വേഷനിലെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എല്ലാം എന്ത് ചെയ്യുക? കോസ് തീറ്റയെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് f'(θ) ഇൻറ്റു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റയാണ്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണെന്ന് നമുക്കറിയാം. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്? ടാൻ തീറ്റയാണ്. അപ്പോൾ അതിവിടെ കൊടുക്കുന്നു. അപ്പോൾ f'(θ) ഇൻറ്റു ടാൻ തീറ്റ എന്ന് കിട്ടി. പ്ലസ് f(θ) ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. അവിടെ കോസ് തീറ്റയും കോസ് തീറ്റ ക്യാൻസൽ ചെയ്തിട്ട് എവിടെ ഉണ്ടാവുള്ളൂ? f(θ)യെ ഉണ്ടാവുള്ളൂ. ഓൾ ഡിവൈഡഡ് ബൈ f'(θ) ഇൻറ്റു കോസ് തീറ്റ ബൈ കോസ് തീറ്റ. കോസ് തീറ്റ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ f'(θ) എവിടെ ഉണ്ടാവുള്ളൂ? മൈനസ് f(θ) ഇൻറ്റു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. അപ്പോൾ f(θ) ഇൻറ്റു ടാൻ തീറ്റ എന്ന് കിട്ടി. Hence, the slope of the curve r is equal to f(θ) or the slope of the line tangent to the graph of r is equal to f(θ) at r theta is given by.
സ്ലോപ്പാണ് നമുക്ക് dy/dx എന്ന് കിട്ടിയത്. അതെന്താണ് കിട്ടിയത്? is given by f dash of theta into tan theta plus f of theta divided by f dash of theta minus f of theta tan theta. ദാറ്റ് മീൻസ് നമുക്കറിയാം എഫ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? R ആയിരുന്നു. R ഈസ് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് തീറ്റയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? R കൊടുക്കുക. അതുപോലെ എഫ് ഡാഷ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? dr/d തീറ്റ. dr/d തീറ്റ ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് തീറ്റയാണ്. അപ്പോൾ ഇതിൽ എഫ് ഡാഷ് ഓഫ് തീറ്റയ്ക്ക് പകരം dr/d തീറ്റയും എഫ് ഓഫ് തീറ്റയ്ക്ക് പകരം ആറും എഴുതിയിട്ട് കിട്ടിയിരിക്കുന്ന ഇക്വേഷനാണ് ഇത് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ എന്ത്? സ്ലോപ്പ്. ഓക്കെ, സ്ലോപ്പ് ഓഫ് ദി കർവ് R ഈസ് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ അറ്റ് ആർ തീറ്റ എന്ന് പറഞ്ഞ പോയിന്റിൽ. ആർ തീറ്റ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള സ്ലോപ്പാണ് ഈ എഴുതിയിരിക്കുന്നത്. ടാൻ തീറ്റ ഇൻറ്റു dr/d തീറ്റ പ്ലസ് R ഡിവൈഡഡ് ബൈ dr/d തീറ്റ മൈനസ് R ഇൻറ്റു ടാൻ തീറ്റ. ഓക്കെ, ഇനി ഈ കർവ് ഒറിജിനിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത് എങ്കിൽ അപ്പോഴുണ്ടാകുന്ന സ്ലോപ്പാണ് ഇനി നമ്മൾ കാണുന്നത്. അതാണ് ഈ റിമാർക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദി കർവ് R is equal to f of theta passes through the origin at theta is equal to theta naught. theta naught എന്ന് പറഞ്ഞ ആംഗിൾ വരുമ്പോഴാണ് അത് ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്നത് എങ്കിൽ നമുക്കെന്ത് പറയാം? എഫ് ഓഫ് തീറ്റ നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയാം. ഓക്കെ, ഒറിജിനിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ തീറ്റൻ്റെ വാല്യൂ തീറ്റ നോട്ട് ആകുമ്പോഴാണ് ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്നത്. ദെർഫോർ എഫ് ഓഫ് തീറ്റ നോട്ട് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. Then the above formula, slope of the curve at 0 theta naught is given by എന്താണത് വരിക? dy/dx at 0 theta naught is equal to അവിടെ എന്ത് വരും? നമ്മുടെ എഫ് ഓഫ് തീറ്റ നോട്ട് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും അല്ലേ? ഇതാണ് നമ്മുടെ എന്ത്? സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എഫ് ഡാഷ് ഓഫ് തീറ്റയുടെ സ്ഥാനത്ത് തീറ്റ നോട്ടാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? എഫ് ഡാഷ് ഓഫ് തീറ്റ നോട്ട് എന്ന് വന്നു ഇൻറ്റു ടാൻ തീറ്റ നോട്ട് പ്ലസ് എഫ് ഓഫ് തീറ്റ നോട്ട് എന്ന് പറയുന്നത് എന്താ? 0 ആണ്. അപ്പോൾ അത് ഉണ്ടാവില്ല. ഓൾ ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് തീറ്റ നോട്ട് മൈനസ് എഫ് ഓഫ് തീറ്റ നോട്ട് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ആ ടേം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എഫ് ഡാഷ് ഓഫ് തീറ്റ നോട്ടും എഫ് ഡാഷ് ഓഫ് തീറ്റ നോട്ടും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? ടാൻ തീറ്റ നോട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പം ഒറിജിനിലുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റ നോട്ട് ആണ്. ഒറിജിനിൽ കൂടി പാസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ തീറ്റ നോട്ടാണ്. നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ ടാൻജൻറ്റ് to the graph of R is equal to 3 cos square 2 theta at theta is equal to pi/6. അപ്പം നമ്മുടെ ഇവിടുത്തെ R എന്ന് പറയുന്നത് എന്താണ്? R is equal to 3 cos square 2 theta. ഓക്കെ, നമ്മൾ R is equal to f of theta എന്നാണ് എടുക്കാറ്. അപ്പോൾ ഇവിടെ f of theta എന്താണ്? Here f of theta is equal to 3 cos square 2 theta. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. f of theta is equal to 3 cos square 2 theta. അപ്പോൾ നമുക്കിവിടെ സ്ലോപ്പാണ് കാണാൻ പറഞ്ഞത്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? dy/dx. ഏത് പോയിന്റിൽ? തീറ്റ is equal to pi/6. അപ്പോൾ തീറ്റ നോട്ടിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? pi/6 ആണ്. pi/6ൽ ഉണ്ടാകുന്ന dy/dx അതായത് സ്ലോപ്പ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം dy/dx അറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു pi/6 എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ നമ്മൾ ഇക്വേഷൻ കണ്ടു. എന്തായിരുന്നു? എഫ് ഡാഷ് ഓഫ് തീറ്റ ടാൻ തീറ്റ പ്ലസ് എഫ് ഓഫ് തീറ്റ ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് തീറ്റ മൈനസ് എഫ് ഓഫ് തീറ്റ ടാൻ തീറ്റ അറ്റ് pi/6. അതായത് ഈ വാല്യൂസ് കാണുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ വേണം? എഫ് ഡാഷ് ഓഫ് തീറ്റ വേണം. അതായത് എഫ് തീറ്റ എന്ന് പറയുന്നത് ഇവിടെ pi/6 ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് pi/6 വേണം, എഫ് ഓഫ് pi/6 വേണം, ടാൻ pi/6 വേണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വാല്യൂസൊക്കെ കാണും. അപ്പോൾ R is equal to f of theta ആൻഡ് എഫ് ഓഫ് തീറ്റ നമുക്ക് 3 cos square 2 theta ആണെന്ന് ഇവിടെ തരികയും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ എഫ് ഡാഷ് ഓഫ് തീറ്റ കാണാം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് തീറ്റ ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാം
3 cos square 2 തീറ്റയാണ്. അതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്ത് വരും? cos square 2 തീറ്റയുടേത് വരും അല്ലേ? അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് ഇവിടേക്ക് കാണുമ്പോൾ എന്താ വരും? ഇത് എഫ് ഡാഷ് ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു 3 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 3 ഇൻറ്റു കോസ് സ്ക്വയർ 2 തീറ്റ. അതായത് ഇപ്പം ഒരു എക്സ് റേസ് ടു എൻ എന്നാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ വരുമ്പം എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. ആ രീതിയിൽ ഇവിടെ കോസ് ഫംഗ്ഷനെ എടുക്കുക. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എന്നിൻ്റെ സ്ഥാനത്ത് 2 ആയിട്ട് എടുക്കുമ്പോൾ 2 ഇൻറ്റു കോസ് റേസ് ടു 2 മൈനസ് 1 എന്ന് വെച്ചാൽ 1 തന്നെ. അപ്പോൾ കോസ് 2 തീറ്റ എന്ന് വരും. ഇനി ഏതിൻ്റെ ഡെറിവേറ്റീവ് കൂടി ഉണ്ടാവും? കോസ് 2 തീറ്റയുടെ ഡെറിവേറ്റീവ് ഉണ്ടാകും. ഈ കോസ് 2 തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്? കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. അപ്പോൾ മൈനസ് സൈൻ 2 തീറ്റ. തീർന്നോ ഡെറിവേറ്റീവ് കാണുമ്പം? ഇല്ല. ഇവിടെ ഏതാണ്? തീറ്റയല്ല, 2 തീറ്റയാണ്. അപ്പോൾ 2 തീറ്റയുടെ ഡെറിവേറ്റീവ് ഉണ്ടാകും. അതെന്താണ്? വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ 2 ആണ്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 6 കോസ് 2 തീറ്റ ഇൻറ്റു സൈൻ 2 തീറ്റ ഇൻറ്റു 2. അതെല്ലാം കൂടി എഴുതുമ്പോൾ എന്താകും? ഇവിടെ 6 ഉണ്ട്, 2 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ -12 കോസ് 2 തീറ്റ സൈൻ 2 തീറ്റ എന്ന് കിട്ടി. ഓക്കെ, അതാണ് എഫ് ഡാഷ് ഓഫ് തീറ്റ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എഫ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ 3 കോസ് സ്ക്വയർ 2 തീറ്റ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വേണ്ടിയ എഫ് ഓഫ് പൈ ബൈ 6 ആണ്. അപ്പോൾ എഫ് ഓഫ് പൈ ബൈ 6 കൊടുക്കുക. അപ്പോൾ 3 കോസ് സ്ക്വയർ പൈ ബൈ 3 എന്ന് വരും. കാരണം ഇവിടെ 2 തീറ്റയാണ്. തീറ്റ പൈ ബൈ 6 ആണെങ്കിൽ 2 തീറ്റ എന്താണ്? പൈ ബൈ 3 ആണ്. ഓക്കെ, അപ്പോൾ കോസ് സ്ക്വയർ പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് പൈ ബൈ 3 കണ്ടിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടാലും മതി. ഓക്കെ, കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നു, കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ കോസ് സ്ക്വയർ പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ കോസ് പൈ ബൈ 3യുടെ വാല്യൂ കാണുക. കോസ് പൈ ബൈ 3യുടെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഏതാണ്? 1/2 ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 1/2 ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 3/4. അപ്പോൾ എഫ് ഓഫ് പൈ ബൈ 6 3/4 ആണെന്ന് കിട്ടി. ഇനി എഫ് ഡാഷ് ഓഫ് പൈ ബൈ 6 കാണണം. എഫ് ഡാഷ് ഓഫ് തീറ്റ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അവിടെയെല്ലാം തീറ്റയുടെ സ്ഥാനത്ത് പൈ ബൈ 6 കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? -12 കോസ് പൈ ബൈ 3 ഇൻറ്റു സൈൻ പൈ ബൈ 3 എന്ന് കിട്ടും. അവിടെ 2 തീറ്റ ആയതുകൊണ്ടാണ് പൈ ബൈ 3 വരുന്നത്. ഇനി കോസ് പൈ ബൈ 3യുടെ വാല്യൂ നമുക്കറിയാം 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ പൈ ബൈ 3യുടെ വാല്യൂ എന്തായിരിക്കും? √3/2 ആണ്. ഇതൊക്കെ നമ്മൾ +1 +2 ക്ലാസ്സിൽ പഠിച്ചതാണ്. ട്രിഗ്നോമെട്രിക്സിൻ്റെ സം വാല്യൂസൊക്കെ പൈ ബൈ 6ലും പൈ ബൈ 4ലും പൈ ബൈ 3ലും പൈ ബൈ 2ലും ഒക്കെ ഉള്ള വാല്യൂസ്. അത് അറിയാത്തവർ ഒന്ന് നോക്കുക കേട്ടോ. പ്രീവിയസ് ക്ലാസ്സിലെ നോട്ടൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ ആ വാല്യൂസൊക്കെ നല്ലപോലെ പഠിച്ചിരിക്കും. ഇനി ഇതെല്ലാം കൂടി മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -3 ഇൻറ്റു √3 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ എഫ് ഡാഷ് ഓഫ് പൈ ബൈ 6. ഇനി ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ തീറ്റ ഈക്വൽ ടു പൈ ബൈ 6 കൊടുക്കുമ്പോൾ എന്താ വരിക? എഫ് ഡാഷ് ഓഫ് പൈ ബൈ 6 ഇൻറ്റു ടാൻ പൈ ബൈ 6 പ്ലസ് എഫ് ഓഫ് പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അതിൽ ഓരോ വാല്യൂസും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് പൈ ബൈ 6 എന്ന് പറയുന്നത് -3 √3 ആണ്. ടാൻ പൈ ബൈ 6 എന്താണ്? ടാൻ പൈ ബൈ 6 എന്ന് വെച്ചാൽ എന്താ? സൈൻ പൈ ബൈ 6 ഡിവൈഡഡ് ബൈ കോസ് പൈ ബൈ 6. സൈൻ പൈ ബൈ 6 എന്താ? സൈൻ പൈ ബൈ 6 എന്തായിരുന്നു? 1/2. അപ്പോൾ 1/2 ഡിവൈഡ് ബൈ കോസ് പൈ ബൈ 6 എന്ന് പറയുമ്പോൾ √3/2. രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് എന്താ വരും? 1/√3. നേരിട്ട് അറിയുന്നവർ അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ടാൻ പൈ ബൈ 6 എന്ന് വെച്ചാൽ 1/√3 ആണ്. പ്ലസ് എഫ് ഓഫ് പൈ ബൈ 6 ഈസ് 3/4. ഇങ്ങനെ എല്ലാ വാല്യൂസും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇവിടെ -3 √3യും 1/√3 ആണ്. അപ്പോൾ √3 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്യാൻസൽ ചെയ്ത് പോയിട്ട് അവിടെ എന്തേ ഉണ്ടാവുള്ളൂ? -3 ഉണ്ടാവുള്ളൂ. അത് ഇവിടേക്ക് എഴുതി. ഇനി ഇവിടെയുള്ള എന്താ? 3/4 അതും എടുത്ത് എഴുതി. ഇനി അതുപോലെ ഇവിടെ എന്താണുള്ളത്? -3 √3 3/4 ഇൻറ്റു 1/√3 ആണുള്ളത് അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -36 - 3 ഡിവൈഡഡ് ബൈ 4/√3 എന്ന് കിട്ടി. ദെൻ ഇതിനെ ചെറുതാക്കി എഴുതുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? 9√3/39 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 9ലും 39ലും 3 കോമൺ ആണ്. ക്യാൻസൽ ചെയ്തിട്ട് 3√3 ഡിവൈഡഡ് ബൈ 13 എന്ന് കിട്ടും. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അതായത് -3√3 -3/4 × 1/√3 ഞാൻ ചെയ്യണോ? വേണമെങ്കിൽ ഇവിടെ സൈഡിലേക്ക് ചെയ്യാം. അതായത് -3√3 -3/4 × 1/√3. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, LCM എടുത്താൽ മതി. അതായത് -3√3 × 4√3 എന്ത് വരും? -12 √3 × √3 എന്ന് പറയുമ്പോൾ എന്താ വരിക? 3 വരും. -1 × 3 3 /4√3. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു -12 × -3 എന്ന് പറയുമ്പോൾ എന്താ വരിക? -36 -3 /4√3. ഇതല്ലേ ഇവിടെ കിട്ടിയ -36 -3 /4√3. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ ടാൻജൻറ്റ് ടു ദി ഗ്രാഫ് ഓഫ് r = 3 sin θ cos θ² അറ്റ് θ = 0. ഇവിടെ θ = 0 നമുക്ക് തന്നിരിക്കുന്ന കേർവിൻ്റെ സ്ലോപ്പ് കാണാനാണ് പറഞ്ഞത്. ടാൻജൻറ്റ് ലൈൻ്റെ സ്ലോപ്പ്. ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ലൈൻ. ഓക്കെ, ടാൻജൻറ്റ് ലൈനിലെ സ്ലോപ്പ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടാൻജൻറ്റ് ലൈൻ്റെ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻസ് ഒക്കെ നമുക്കറിയാം. dy/dx അറ്റ് θ = 0 കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ r = f of θ, വേർ f of θ = എന്താ? 3 sin θ + cos θ². ദെൻ നമുക്ക് f' ഓഫ് θ കാണണം. f' ഓഫ് θ എന്ന് പറഞ്ഞാൽ 3 sin θ + cos θ² വിത്ത് റെസ്പെക്ട് ടു θയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ 3 sin θ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? sin θൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? cos θ. അപ്പോൾ 3 cos θ മൈനസ്, അതായത് കോസിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്താ? കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വരുന്നത്. -sin θ² ഇൻറ്റു θ² ഡെറിവേറ്റീവ് എന്താണ്? 2θ. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്തും? 3 cos θ - 2θ ഇൻറ്റു sin θ². ഇതാണ് നമ്മുടെ f' ഓഫ് θ. ഇനി നമുക്കിവിടെ വേണ്ട അറ്റ് θ = 0 അല്ലേ? അപ്പോൾ f of 0യും f' ഓഫ് 0യും കാണണം. f of 0 എന്ന് പറഞ്ഞാൽ തീറ്റയുടെ സ്ഥാനത്ത് 0 കൊടുക്കുക. അപ്പോൾ 3 sin 0 + cos 0. sin 0 0 ആണെന്ന് നമുക്കറിയാം. അതുപോലെ cos 0 എന്താണ്? 1 ആണ്. അപ്പോൾ ഇതിൻ്റെ f of 0 എന്ന് പറയുന്നത് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. Similarly, f' of 0 is equal to 3 cos 0 minus 2 into 0 into sin 0. 0 into sin 0 എന്ന് പറഞ്ഞാൽ തന്നെ 0 ആയിട്ട് പോയി. ഇനി 3 cos 0. cos 0 is 1, therefore 1 into 3 is 3. ഈ വാല്യൂസ് ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? dy/dx അറ്റ് θ = 0 is f' of θ. ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷനാണ്. അറ്റ് θ = 0 കണ്ടത്. അപ്പോൾ തീറ്റയുടെ വാല്യൂ 0 കൊടുക്കുമ്പോൾ ഈ ഒരു ഇക്വേഷൻസ് കിട്ടും. ഇനി ഓരോ വാല്യൂസ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, അവിടെ ഇങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. f' of 0 എന്ന് പറഞ്ഞാൽ 3 ആണ്. tan 0 എന്ന് പറഞ്ഞാൽ എന്താണ്? tan 0 എന്ന് പറഞ്ഞാൽ sin 0/cos 0 ആണ്. sin 0 0 ആയതുകൊണ്ട് tan 0 എന്താണ്? 0 വരും. അപ്പോൾ tan 0 എന്ന് പറയുന്നത് 0 എന്ന് എഴുതി ഇവിടെ. ദെൻ f of 0 എന്ന് പറയുന്നത് 1 ആണ്. ആ വാല്യൂസ് ഇവിടെ കൊടുത്തും. ഈ വാല്യൂസ് എല്ലാം ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും? 1/3 എന്ന വാല്യൂ കിട്ടും. അപ്പം ഈ കേവിൻ്റെ, ഈ പോളാർ കേവിൻ്റെ θ = 0 ടാൻജൻറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? 1/3 ആണ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പോളാർ കേവിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതായത് സിമ്മട്രി പറഞ്ഞു, ദെൻ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ലൈനുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിലൊരു സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ലൈൻ അറ്റ് ഒറിജിൻ പറഞ്ഞിട്ടുണ്ട്. ഒറിജിനിലാകുമ്പോൾ അതെന്താണ്? tan θ0 വരുന്നത് സ്ലോപ്പ്. ടാൻജൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് tan θ0 വരുന്നത്. ഇനി 3 തരം സിമെട്രീസ് ആണ് പറഞ്ഞത്. സിമെട്രി അബൌട്ട് x ആക്സിസ്, അബൌട്ട് y ആക്സിസ്, അബൌട്ട് ഒറിജിൻ. ഓക്കെ, സിമെട്രിക് അബൌട്ട് x ആക്സിസ് ആകുമ്പോൾ എന്തായിരുന്നു? എക്സ് ആക്സിസ് ആകുമ്പോൾ എഫ് ഓഫ് തീറ്റയും എഫ് ഓഫ് മൈനസ് തീറ്റയും ഈക്വൽ ആണെങ്കിൽ സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ്, എഫ് ഓഫ് തീറ്റയും എഫ് ഓഫ് പൈ മൈനസ് തീറ്റയുമാണ് ഈക്വൽ ആകുന്നത് എങ്കിൽ അത് സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ്. ദെൻ സിമെട്രിക് അബൌട്ട് ഒറിജിൻ വരണ ഏതാണ്? എഫ് ഓഫ് അവിടെ എന്താണ്? ആർ
ഒന്നുകിൽ ആറിനെ മൈനസ് ആർ ആക്കുമ്പോൾ ചേഞ്ച് വരാതിരിക്കുക, അതുപോലെ തീറ്റനെ പൈ പ്ലസ് തീറ്റ ആക്കുമ്പോൾ ഇക്വേഷനിൽ ചേഞ്ച് വരാതിരിക്കുകയാണെങ്കിൽ അത് ഏതിന് സിമെട്രിക് ആണ്? ഒറിജിന് സിമെട്രിക് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.